താഴത്തില്ല. ഫീലിങ്സ് കൂടിപ്പോയി ഗൈസ്. ബാക്കിയെല്ലാം നൈസായിരുന്നു. എനിക്കറിയത്തില്ല പിള്ള എന്തിനാ എല്ലാവരും നെഗറ്റീവ് പറയുന്നതെന്ന്. ബ്യൂട്ടിഫുൾ പിക്ചർ. സിനിമ നേരിട്ട് ഒരു മനുഷ്യർ ഇരിക്കില്ലല്ലോ, ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുക. പുഷ്പ 1 പോലെ അത്ര ഇതല്ല, എന്നാലും എല്ലാവരും പറയുന്ന പോലെ നെഗറ്റീവ് ഒന്നുമില്ല. ടു ബി ഓണസ്റ്റ് അല്ലു അർജുന്റെ മൂവി ആയതുകൊണ്ട് മാത്രമേ കാണാൻ വന്നത്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ക്രിഞ്ചാണ് മൂവി. ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ പോലും ഇറ്റ്സ് ഓക്കെ, കണ്ടിരിക്കാം. അങ്ങനെ 3 hours ഇല്ല. താഴത്തില്ല. സിനിമയിൽ ഇഷ്ടപ്പെടാൻ അങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല. നല്ല സിനിമയാണ്, എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുള്ള സിനിമയാണ്. മോശം കമൻസ് കുറേയൊക്കെ ആദ്യത്തെ ഷോയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. കങ്കുവയൊക്കെ കണ്ടിട്ട് ആൾക്കാർ ചിരിച്ച് മണ്ണെത്തിന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതിൽ അതങ്ങനെ നെഗറ്റീവായിട്ട് പറയാനായിട്ട് യാതൊന്നുമില്ല. അല്ല, സൂപ്പർ സിനിമ. ആക്ഷനൊക്കെ കൊള്ളാം, പക്ഷേ ലാസ്റ്റ് കുറച്ച് ഗ്രാവിറ്റിയെ നമ്മൾ മറന്നു കളയുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അതെ, അങ്ങനെ ഗ്രാവിറ്റിയെ അങ്ങനെ മറന്നിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സിനിമ സൂപ്പറാണ്. അത് കുറച്ചൊക്കെ ഉള്ളൂ, കുറച്ച് നെഗറ്റീവ് ഇങ്ങനെ സീൻസിൽ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കുറച്ചുണ്ട്. അല്ലാതെ ഫഹദിൻ്റെ ക്യാരക്ടറും കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഒന്ന് കട്ടാവുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് സസ്പെൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണാൻ ഇനി ഒരു പാർട്ട് 3 കൂടെ ഇതിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് സൂപ്പറാണ്, എല്ലാവർക്കും ഒന്ന് കാണാം. അടിപൊളി. ആവറേജ് പടം. എങ്ങനെയുണ്ട് സിനിമ? കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. നെഗറ്റീവ് ആണ്, ഭയങ്കര ക്രിഞ്ചാവണം, ഭയങ്കര ക്രിഞ്ചാണ്. ഫീലിങ്സ് കൂടിപ്പോയി ഗൈസ്. ബാക്കിയെല്ലാം നൈസായിരുന്നു. അല്ല, വെറുപ്പിച്ചു പോയിന്നല്ല, കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞ കാര്യമില്ല. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു, അങ്ങനെയൊന്നുമില്ല. അയ്യോ, കൊള്ളായിരുന്നു. 3.5 മണിക്കൂർ കുറച്ച് ടയറിംഗ് ആയിരുന്നു. 10 എക്സ്പീരിയൻസ് ബട്ട് ഇറ്റ്സ് വെരി ഫൺ. അവരെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് ഒരു റെസ്പോൺസ് ഒന്നും ഇല്ല. എനിക്കിഷ്ടപ്പെട്ടു, കാരണം ഇപ്പോൾ നമ്മുടെ തെലുങ്ക് സിനിമയല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കണ്ടിരിക്കാം, അങ്ങനെ നമ്മൾ ബോറടിക്കത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ആരും മുന്നോട്ട് സിനിമ നേരിട്ട് ഒരു മനുഷ്യർ ഇരിക്കില്ലല്ലോ, ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുക. ക്ലൈമാക്സ് പോയതന്നെ ഉള്ളൂ, പക്ഷെ ബാക്കിയെല്ലാം നന്നായിരിക്കും. അടിയൊക്കെ നല്ല കിടുക്ക് അടി തന്നെ സമ്മാനിച്ചിട്ട് നന്നായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളത്തില്ല. എന്ത് പറ്റി? ഒരു ഫ്ലോ ഇല്ല. എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. എന്ത് പറ്റി? സ്റ്റോറിയാണോ അല്ലെങ്കിൽ സ്റ്റോറിയിലും ഒന്നുമില്ല. സിനിമാറ്റിക്കലി മേക്കിംഗ് പിന്നെ കുഴപ്പമില്ല, എന്നാലും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നമുക്ക് 3 മണിക്കൂർ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കാണാം. ഒട്ടും എന്റർടൈൻമെന്റ് അല്ല. അടിപൊളി ഫിലിം, സീരിയസ് നല്ല ഫിലിം. ഇത് ഓവറോൾ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല പിള്ള എന്തിനാ എല്ലാവരും നെഗറ്റീവ് പറയുന്നതെന്ന്. ബ്യൂട്ടിഫുൾ പിക്ചർ. അപ്പോൾ അത് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. നല്ല മൂവി. സിനിമ കൊള്ളാം, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടത് പറയാനായിട്ട്? ഇഷ്ടപ്പെട്ടു, നല്ല ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷനും എല്ലാം കൊള്ളാം. 3 മണിക്കൂർ എന്റർടൈൻമെന്റ് ആണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം ബ്രോ, സെക്കൻഡ് ഹാഫ് കഴിച്ച് ശോകം. കെട്ടിയിട്ടുള്ള അടിയൊക്കെ പറയാൻ വയ്യ. സെക്കൻഡ് ഹാഫ് വെറുപ്പിക്കലായിരുന്നു. എന്നാലും നമ്മുടെ പ്രതീക്ഷ അത്ര ഹൈപ്പില്ല. ഏകദേശം അല്ലു അണ്ണൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ, എന്നാലും പാടാ ബ്രോ, ഇരിക്കാൻ പാടാം. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് നോക്കല്ലോ, നല്ല മൂവിയാണ്. എങ്ങനെയുണ്ട്? ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ കൊള്ളാണ്. ഒരു മസാല പടമാണ്, നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട്? ഫഹദ് കിടലോ, അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും പറയുന്ന നെഗറ്റീവ് ഒന്നുമില്ല, നല്ല സിനിമയാണ്. കുറച്ച് നമ്മളിപ്പോൾ പുഷ്പ 1 പോലെ അത്ര ഇതല്ല, എന്നാലും എല്ലാവരും പറയുന്ന പോലെ നെഗറ്റീവ് ഒന്നുമില്ല, നല്ല സിനിമയാണ്. 1 ടൈം വാച്ചാണ്, കൊള്ളാം. കുറച്ച് ലെങ്തിയാണ്, ബട്ട് കുഴപ്പമില്ല, നല്ല സിനിമയാണ്. സൂപ്പർ. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ട് ചെറുതായിട്ട്. ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോൾ ഐക്കോൺ സ്റ്റാർ എന്ന് പറയാൻ വേണ്ടി ഇനി ഒന്നുമില്ല. പടത്തിൽ ഒരു ബോറും ഇല്ല. ആക്ഷൻ ആയിരുന്നാലും എമോഷണൽ എല്ലാം തകർത്തേട്ടാ. പുഷ്പ 3 അതിൻ്റെ അപ്പുറമായിരിക്കും സിനിമ, ഒരു രക്ഷയില്ല. ഇത്രയും മണിക്കൂറോ 3.5 hours ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇത്രയും വേണ്ടായിരുന്നു തോന്നി സിനിമ. ഫാസ്റ്റിൽ കുറച്ച് ഓവറായിട്ട് തോന്നി, ഓവറായിട്ടും കണ്ട് ചോദിച്ച സമയത്തൊക്കെ. പക്ഷെ കുഴപ്പമില്ല. ഫാസിലിനെ ഈ ഒരു ഇതിൽ കൊണ്ടുപോയി കളിയാക്കിയതായിട്ടൊക്കെ ഒരുപാട് പറയുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ല സിനിമ. എനിക്ക് 1 ടൈം വാച്ചബിളായിട്ട് തോന്നി, ഒരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സൂപ്പർ പടം. കൊള്ളൂല, കുഴപ്പമില്ല, അടിപൊളി. ഇഷ്ടപ്പെട്ടെന്നോ പടത്തിൽ? എല്ലാം കൊള്ളാം. കൊള്ളാം ബ്രോ, നല്ല പടം. വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല പടം. ആക്ഷനൊക്കെ എങ്ങനെ ഉണ്ടാവും? ആക്ഷനൊക്കെ കൊള്ളാം. ആവറേജ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? നന്നായിട്ട് പടം കൊള്ളാം, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? അല്ലു അർജുൻ്റെ ആക്ടിങ്. എങ്ങനെയുണ്ട്? ഫഹദ് ഫാസിലിന് എങ്ങനെയുണ്ട്? ഫസ്റ്റ് അടിപൊളി. നൈസ് സിനിമയാണ്, പോയി കാണണം. കുഴപ്പമില്ല, നന്നായിട്ട്
ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ഷൻ സീക്വൻസ് കുഴപ്പമില്ല, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് ഫസ്റ്റിനെക്കാട്ടിലും സെക്കൻഡ് കുറച്ചുകൂടെ നന്നായിട്ട്